ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ മേഖലയിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നൽകാനാണ്. ഓർക്കുക, ഡിപ്ലോമ 3 വർഷ ഡിപ്ലോമ മാത്രമാണ് ഇതിന്റെ യോഗ്യത. ഇതിന് മുകളിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ ബിടെക് എടുത്തിട്ടുണ്ടെങ്കിലോ ഡിപ്ലോമ ഇല്ലാതെ IT ആണ് യോഗ്യതയെങ്കിലും ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ പറ്റില്ല. 3 ഇയർ ഡിപ്ലോമ മാത്രമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ പവർ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. നമ്മളെല്ലാവരും നേരിട്ടും അല്ലാതെയും ഈ ഒരു പവർ ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് നിയമനം വരുന്നത്. അപ്പം എന്താണ് ഇതിന്റെ പോസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ധാരാളം വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ്, അതായത് നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടെക്നിക്കൽ പോസ്റ്റ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റനേകം പോസ്റ്റുകളുണ്ട്. സിവിലുമായിട്ട് ബന്ധപ്പെട്ടും സർവേ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ട്. അതാത് വിഷയങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങൾ സൈറ്റിൽ കയറിയാൽ അതുമായിട്ടുള്ള വിശദാംശങ്ങൾ കാണാൻ കഴിയും. നമ്മൾ ഇന്ന് ഇലക്ട്രിക്കലിന്റെ വിശദാംശങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത് എന്നാണെന്നുള്ളതാണ്. 20-ാം തീയതിയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത്. അവസാനമായിട്ട് ഈ ഒരു വിൻഡോ ക്ലോസ് ആവുന്നത്, അതായത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 11 മെയ് 2026 11:59 വരെയാണ്. രാത്രി 11:59 വരെയാണ് ഈ ഒരു ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനിയും ഇതിൽ പറയുന്ന പ്രായപരിധി എന്ന് പറയുന്നത് കണക്കാക്കുന്നത് മെയ് 11-ാം തീയതി. ഇതിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന 27 വയസ്സ് എന്ന് പറയുന്ന പ്രായം നിങ്ങൾ കട്ട് ഓഫ് ചെയ്യാൻ പാടില്ല. അതായത് അവസാന തീയതിക്ക് മുമ്പ് 27 വയസ്സ് തികയാത്തവർക്ക് മാത്രമേ, അതായത് 26 എന്ന പ്രായം പറയാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനിയും എന്താണ് ക്വാളിഫിക്കേഷന്റെ കാറ്റഗറി? അതായത് നിങ്ങളെ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്. ഈ പറയുന്ന 11 മെയ്ക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ഡിപ്ലോമ പാസ്സായാൽ അന്നും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡിപ്ലോമയുടെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നോട്ടിഫിക്കേഷന്റെ അവസാന തീയതിയുടെ അന്ന് തന്നെ നിങ്ങൾ പാസ്സായാൽ അന്ന് നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയും. അതാണ് നിലവിൽ ഇതിന്റെ യോഗ്യതയുടെ മാനദണ്ഡമായിട്ടും ഇവിടെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് ഇവിടുത്തെ പോസ്റ്റിനെ പറ്റി പറയാം. നിരവധി പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് DT ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റിയാണ്. ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റാണ്. ഇവിടെ 456 വേക്കൻസികളാണ് ഓൾ ഓവർ ഇന്ത്യ ഈ ഒരു പോസ്റ്റിന് വന്നിരിക്കുന്നത്. ആ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് നൽകേണ്ടത് എന്നൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ താഴെ ഉണ്ടാവും. അതുവഴി കയറി നിങ്ങൾക്ക് ആ സൈറ്റിൽ എത്താവുന്നതാണ്. ഇനിയും ഇതിന്റെ യോഗ്യത എന്താണ്? DTയുടെ യോഗ്യത എന്ന് പറയുമ്പം 3 വർഷ ഡിപ്ലോമ മാത്രമാണ് ഇതിന്റെ യോഗ്യത. മാത്രമല്ല, ഡിപ്ലോമയ്ക്ക് 70% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒന്നുകിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ ആയിരിക്കണം, അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് ആയിരിക്കണം. ഈ 2 സ്ട്രീമിൽ ഏതെങ്കിലും വിഷയത്തിൽ 3 വർഷ ഡിപ്ലോമ 70% മാർക്കിൽ കുറയാത്ത രീതിയിൽ പാസ്സായവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. അതായത് 27 വയസ്സ് നിങ്ങൾ തികയാൻ പാടില്ല. 27 വയസ്സ് കംപ്ലീറ്റ് ആയ ഒരാൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഇതൊരു ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ട് തന്നെ SC ST OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. SC ST വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC നോൺ ക്രിമീലിയർ കാറ്റഗറിയിൽ പെടുന്നവർക്ക് മാത്രമേ റിസർവേഷൻ ഉള്ളാവൂ. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് അവർ തഹസിൽദാരിൽ നിന്ന് കരസ്ഥമാക്കേണ്ടതുണ്ട്. ഈ ഒരു മാനദണ്ഡമുള്ളവർക്കും ഈ ഒരു OBC അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് അപേക്ഷിക്കാവുന്നതാണ്. അവർക്ക് 3 വർഷം കൂടി ഇളവ് ലഭിക്കുന്നതാണ്. അവർക്ക് 30 വയസ്സ് തികയാൻ പാടില്ല. SC ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തിന്റെ ഇളവും ലഭിക്കുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്ന സാലറി സ്കെയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. DT എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് വരുന്നവർക്ക് സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി എന്ന് പറയുന്നത് 24,000 ബേസിക് പേ ആണ്. പ്ലസ് IDAയും HRAയും 12% പെർക്കും എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു വർഷം ആനുവൽ CTC ഏതാണ്ട് 12.7 ലക്ഷം രൂപ നിങ്ങൾക്ക് സാലറി വരും എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഇൻ ഹാൻഡ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി ഉള്ളതുകൊണ്ടാണ് 12.7 ലക്ഷം രൂപ നിങ്ങൾക്ക് സാലറി വരുന്നതെന്ന് കണക്കാക്കാൻ കഴിയും. ഇനിയും ഇതിന്റെ എക്സാമിനേഷൻ എന്തൊക്കെയാണ്? ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു പോസ്റ്റിലേക്ക് റിട്ടേൺ ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. റിട്ടേൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ലിസ്റ്റിലേക്ക് മാറ്റുന്നത്. ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ ഉണ്ടായിരിക്കും. അതായത് റിട്ടേൺ ടെസ്റ്റും മെഡിക്കലും മാത്രം നിങ്ങളുടെ ഒരു എക്സാമിനേഷനിൽ ഫേസ് ചെയ്താൽ മതിയാവും. ബാക്കി ഒന്നും തന്നെ നിങ്ങൾ ഇതിൽ ഫേസ് ചെയ്യേണ്ടതില്ല. ഈ ഒരു റിട്ടേൺ ടെസ്റ്റിന് നല്ല സ്കോർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മെഡിക്കൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആകണം എന്നില്ല. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫീ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ജനറൽ OBC EWS തുടങ്ങിയ വിഭാഗങ്ങൾക്ക് 300 രൂപയാണ് ഇവിടെ ഫീ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഇനിയും അതേസമയം SC ST വിഭാഗങ്ങൾക്ക് ഫീ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ഫീ ഒന്നും അടയ്ക്കേണ്ടതില്ല. ഒപ്പം തന്നെ സ്ത്രീകൾക്കും ഫീ അടയ്ക്കേണ്ടത്
ഇല്ല എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളുടെയൊക്കെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഈ നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാ ഇലക്ട്രിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പോസ്റ്റ് അപേക്ഷിക്കുക, നന്നായിട്ട് തയ്യാറെടുത്ത് തന്നെ പോവുക. ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്വതന്ത്ര സ്ഥാപനമാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാലറി സ്കെയിൽ വളരെ ഉയർന്നതാണ്. ഒരു തുടക്കത്തിൽ തന്നെ 1,00,000 രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. നിങ്ങളുടെ പ്രൊബേഷൻ കഴിയുമ്പോൾ തന്നെ ആനുവൽ CPC തന്നെ 12 പോയിന്റിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് പഠിച്ചെഴുതണം. കേന്ദ്ര സർവീസ് ആയതുകൊണ്ട് തന്നെയാണ് 70% മാർക്ക് ഒരു കട്ട് ഓഫ് ആണ് എന്ന് ഓർക്കണം. അതായത് നിങ്ങളുടെ ഡിപ്ലോമയ്ക്ക് 3 വർഷം ഡിപ്ലോമയ്ക്ക് കിട്ടേണ്ട 70 മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം എന്നും ഉറപ്പാക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കും എന്ന് കരുതുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇലക്ട്രിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി അവസരങ്ങളാണ് കേരള PSC വന്നിരിക്കുന്നത്. അതിൽ തന്നെ KSEB മസ്ദൂർ എന്ന് പറയുന്നത് ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിലേക്കുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഉടൻ പ്രതീക്ഷിക്കുന്ന KSEB തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിപ്ലോമ ലെവൽ എക്സാമിനേഷൻ ആണ് KSEB സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് കേന്ദ്ര സർവീസ് സ്ഥാപനം പറഞ്ഞതുപോലെ തന്നെ KSEBക്കും സംസ്ഥാന സർക്കാരിലെ മറ്റ് സ്ഥാപനങ്ങളെക്കാളും ഉയർന്ന ശമ്പളമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല പ്രൊമോഷൻ സാധ്യത മറ്റേത് ഡിപ്പാർട്ട്മെന്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ കൃത്യവും വ്യക്തവുമായ ഒരു പഠന മാതൃകയിലൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് നിയമന സാധ്യതകൾ ഏറെയാണ്. മാത്രവുമല്ല മറ്റേതെങ്കിലും ജോലിയെക്കാളും നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന ഒരു പോസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റിയും ഈ കോഴ്സിനെ പറ്റിയും നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.